അപ്പോൾ ഇന്നത്തെ വീഡിയോ ജാക്കി ചാൻ കാർട്ടൂണിലെ 10 മാസ്കുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് മുഖംമൂടികളെ ഒറിജിൻ നോക്കാം. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ചൈനയെ ഭരിച്ചിരുന്ന ഈ ഡീമൺസ് ചൈനയെ ഭരിക്കുന്നതിന് മുമ്പ് ഈ ഒരു ജപ്പാനെ ഭരിച്ചിരുന്നവരാണ് ഈ ഒരു ജനറൽസ്. ഈ ഒരു ജനറൽസ് ജപ്പാനെ ഭരിക്കുന്ന അറിഞ്ഞ ഈ ഒരു ലിസാർഡ്സ് വന്നിട്ട് തന്നെ ഈ ഒരു ജനറൽസിനെ എല്ലാവരും മാസ്കുകളാക്കി മാറ്റും. 9 മാസ്ക് ആക്കി മാറ്റും. എന്നിട്ട് അവസാനം ഈ ജനറൽസിനെ എല്ലാവരും തോൽപ്പിക്കാനായിട്ടൊരു മാസ്ക് ഉണ്ടാക്കും. 10ാമതൊരു മാസ്ക് ഉണ്ടാക്കും. പക്ഷേ വികടനാഥൻ ഈ ഒരു മാസ്ക് ഈ ഒരു ഷാഡോ വേൾഡ് കൊണ്ടുപോയി ഒളിപ്പിച്ചേക്കും. ഈ ഒരൊറ്റ മാസ്ക് വെച്ചിട്ട് തന്നെ ഈ എല്ലാ ഷാഡോ അക്കൗണ്ട്സിനെയും തോൽപ്പിക്കാനും പറ്റും. പിന്നെ സീസൺ 3ൻ്റെ അവസാനത്തിൽ ഈ ഒരു മായാവിനെ എല്ലാവരും കൂടി ജയിലിലാക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ഈ മായാവി അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ ഒരു ഷാഡോ അക്കൗണ്ട്സിനെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഷാഡോ അക്കൗണ്ട്സിനെ വിളിക്കണമെങ്കിലും ഈ ഒരു ടൈമിൽ മാജിക് മാറിപ്പോയിട്ട് വികടനാഥൻ അവിടെ നിന്ന് രക്ഷപ്പെടും. വികടനാഥൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം തന്നെ ആദ്യം തന്നെ ജയിലിലുള്ള ബാക്കി ഡാർക്കൻസ് മെമ്പേഴ്സിനെ എല്ലാവരെയും സ്വതന്ത്രരാക്കും. പിന്നെ അവരോട് പറയും ഈ ഓരോ മുഖംമൂടിയായിട്ട് കണ്ടുപിടിക്കാൻ പറയും. അങ്ങനെ ഫസ്റ്റ് ഇവർ കണ്ടുപിടിക്കാൻ പോകുന്നൊരു മുഖംമൂടിയാണ് ഈ റീറാക്കോ എന്ന് പറഞ്ഞ മാസ്കാണ് ഇവർ ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ഇതിൽ നിന്ന് വരുന്നത് നിഞ്ച അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഷാഡോ കോണാണ്. ഈ ഒരു ഷാഡോ കോൺ ഏറ്റവും പവർ കുറവുള്ളൊരു ഷാഡോ കോണാണ്. പക്ഷേ ഈ ഒരു ഷാഡോ കോൺ ഒരു നിഞ്ചയെ പോലെയാണ്. നിഞ്ചാസിനെ പോലെ കുറേ പവേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഒരു നിഞ്ചയ്ക്കുള്ള കഴിവുകളൊക്കെ ഈ ഒരു ഷാഡോ കോണിനുണ്ടാവും. ഒരു നിഞ്ചയെ പോലെ ഫൈറ്റ് ചെയ്യാൻ ഈ ഷാഡോ കോണിനെ കൊണ്ട് പറ്റും. ഒരു ഷാഡോ കോണിൻ്റെ വീക്ക്നെസ് ജാപ്പനീസ് സ്റ്റീലാണ്. ഇത് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഷാഡോ കോൺസിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. ഇനി വരാൻ പോണ ഷാഡോ കോൺസിനെ വെച്ച് നോക്കുമ്പോൾ പവർ കുറച്ച് കുറവുള്ളൊരു ഷാഡോ കോണാണത്. പിന്നെ ഈ ഒരു ഷാഡോ കോണിനെ ഷിൻഡോ യൂസ് ചെയ്യുന്നത് മാസ്ക് ഉപയോഗിക്കാതെയാണ്. മാസ്കിൻ്റെ പവർ ഉപയോഗിച്ചാണ് പക്ഷേ മാസ്ക് ഇടാതെ ഈ ഒരു ഷാഡോ കോണിനെ കൺട്രോൾ ചെയ്തിരുന്നത്. ഷിൻഡോക്ക് ഇത് മാജിക് യൂസ് ചെയ്തിട്ടാണ് പറ്റുന്നത്. ഇതുപോലെ തന്നെ ജൂലി ഒരു ടൈമിൽ ഈ ഒരു ഷാഡോ കോണിനെ കൺട്രോൾ ചെയ്തിരുന്നു. ഈ ഒരു വികടനാഥൻ്റെ ചിഹ്നം ഉപയോഗിച്ചിട്ട് ഈ ഒരു ജൂലി ഒരു ടൈമിൽ ഈ ഒരു ഷാഡോ കോൺസിനെ കൺട്രോൾ ചെയ്തിരുന്നത്. പിന്നെയുള്ള അടുത്തൊരു മാസ്കാണ് ഈ ഒരു മുറാസാക്കി. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് റേസർ കോൺ എന്ന് പറഞ്ഞ ഈ ഒരു ഷാഡോ കോണാണ്. ഇതിന് കുറച്ചും കൂടി പവർ കൂടുതലാണ്. ഇതിൻ്റെ കയ്യിലും കാലിലും ബ്ലേഡാണുള്ളത്. ഈ ഒരു ബ്ലേഡ് നല്ല പവർഫുള്ളാണ്. ഒരു സാധാരണ ബ്ലേഡിനേക്കാളും 100 മടങ്ങായിട്ട് പവർഫുള്ളാണ് ഈ ബ്ലേഡ്. ഏതൊരു വസ്തുക്കളും പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ഷാഡോ കോണിൻ്റെ വീക്ക്നെസ് വരുന്നത് ജാപ്പനീസ് സിൽക്കാണ്. ഇത് യൂസ് ചെയ്ത് ഈ ഒരു മാസ്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലുള്ള അടുത്തൊരു മാസ്കാണ് സ്കീറോ. ഈ ഒരു മാസ്ക് ഇടുന്നത് ജൂലിയുടെ പെറ്റാണ്. ഈ ഒരു മാസ്ക് ആദ്യം ഇട്ടതിന് ശേഷം ഈ ഒരു ജൂലിയുടെ ഈ ഒരു ഡോഗ് അതിന് ശേഷം വേറെ ഒരു ബ്ലാക്ക് ക്യാരക്ടറായിട്ട് മാറും. ഈ ഒരു ഡോഗിൻ്റെ സ്വഭാവം പൂർണ്ണമായിട്ട് മാറും. ഈ ഒരു ഇതിൽ നിന്ന് വരുന്ന ഷാഡോ കോൺ എന്ന് പറയുന്നത് ബാക്ക് കോൺസ് എന്നാണ് അറിയപ്പെടുക. ഇതിനെ കാണാൻ ബാക്ക്മാനെ പോലെ ഉണ്ടാവും. ബാക്ക്മാൻ്റെ ബാക്ക് കോൺസിനെ പോലെ ഉണ്ടാവും. വവ്വാലുകളെ പോലെയാണ് ഇതിനെ കാണാൻ ഉണ്ടാവുക. പിന്നെ മറ്റുള്ള ഷാഡോ കോൺസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു ഷാഡോ കോൺസിനെ കൊണ്ട് പറക്കാൻ പറ്റും. പിന്നെ ഈ ഒരു മാസ്കിൻ്റെ മെയിനായിട്ടുള്ള വീക്ക്നെസ് ജാപ്പനീസ് റേസാണ്. ഇത് യൂസ് ചെയ്തിട്ട് കൃത്യമായിട്ട് മാജിക്കും യൂസ് ചെയ്ത് ഈ ഒരു മുഖംമൂടി വരാൻ പറ്റും. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലുള്ള അടുത്തൊരു മാസ്കാണ് മിഡോരി. ഈ ഒരു മാസ്ക് ക്യാപ്റ്റൻ ബ്ലാക്കാണ് ഇടുന്നത്. ഈ ഒരു എപ്പിസോഡ് കൊച്ചു ടി വിയിൽ കാണിക്കാത്തൊരു എപ്പിസോഡാണ്. ഈ ഒരു എപ്പിസോഡിൽ തുടക്കത്തിൽ കുറേ ഫൈറ്റ് ഉണ്ടാവും ഈ ഒരു മാസ്ക് ഇടാൻ വേണ്ടി. പക്ഷേ ലാസ്റ്റ് ഈ ഒരു മാസ്ക് വന്നിട്ട് ക്യാപ്റ്റൻ ബ്ലാക്കിൻ്റെ മുഖത്ത് വീഴുന്നുണ്ട്. അങ്ങനെ വീണിട്ട് കുറച്ച് നേരം ക്യാപ്റ്റൻ ബ്ലാക്ക് നല്ലപോലെ ഇരിക്കുന്നുണ്ടാവും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ക്യാപ്റ്റൻ ബ്ലാക്ക് അറിയാതെ തന്നെ ഷാഡോ കോൺസിനെ ഒടിക്കും. അങ്ങനെ ക്യാപ്റ്റൻ ബ്ലാക്കിൻ്റെ സ്വഭാവം മാറുകയും ചെയ്യും. പിന്നെ ജൂലി വന്നിട്ട് പുലിമന്ത്രക്കല്ല് ഉപയോഗിച്ചിട്ട് 2 ക്യാപ്റ്റൻ ബ്ലാക്ക് ആക്കും. അങ്ങനെ 2 നല്ല ക്യാപ്റ്റൻ ബ്ലാക്ക് ചീത്ത ക്യാപ്റ്റൻ ബ്ലാക്കിൻ്റെ മേത്തുനിന്ന് ഈ ഒരു മുഖംമൂടി ഊരി അങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ ഒരു മാസ്കിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് സുമാ കോൺസ് എന്ന് പറഞ്ഞൊരു ഷാഡോ കോണാണ്. ഈ ഒരു ഷാഡോ കോൺ ബാക്കിയുള്ള ഷാഡോ കോൺസിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും സ്ട്രെങ്ത്ത് കൂടിയൊരു ഷാഡോ കോണാണ്. ഈ ഒരു ഷാഡോ കോണിനെ കാണാൻ ഏകദേശം ഭീമേനെ പോലെ ഉണ്ടാവുക. അതുകൊണ്ടാണ് സുമാ കോൺസ് എന്ന് പറഞ്ഞ ഈ ഒരു ഷാഡോ കോണിൻ്റെ പേരും വന്നത്. പിന്നെ ഈ ഒരു മാസ്കിൻ്റെ മെയിനായിട്ടുള്ള വീക്ക്നെസ് ജപ്പാനിലുള്ള ഒരു തരത്തിലുള്ള പായലാണ്. ഈ ഒരു പായൽ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു മാസ്ക് ഊരാൻ പറ്റുക. നമ്മുടെ അടുത്തൊരു മാസ്കാണ് ഇക്കാസോക്കി. ഈ ഒരു മാസ്ക് കണ്ടുപിടിക്കുന്നത് ഒരു കടലിൻ്റെ ഭാഗത്തുനിന്നാണ്. അവിടെ ഉള്ളൊരു ബോട്ടിൽ നിന്നാണ് ഈ ഒരു മാസ്ക് കിട്ടണത്. ഈ മാസ്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട്. പക്ഷേ സെഷൻ 13 ശേഷം ജാക്കി ചാൻ വരും. ഈ ഒരു മാസ്കിന് ജീവൻ കൊടുക്കും ഈ എരിമന്ത്രക്കല്ല് വെച്ചിട്ട്. അവിടുന്ന് രക്ഷപ്പെട്ടു പോയതിനു ശേഷം ഈ ഒരു മാസ്ക് കൃത്യമായിട്ട് ഫിക്സ് ആയിരിക്കേണ്ട സ്ഥലത്ത് തന്നെ പോയി ഫിക്സ് ആവും. അതിനുശേഷം ഈ ഒരു മാസ്കിന് സ്വയം തന്നെ ഈ ഒരു ഷാഡോ കോൺസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ഒരു ഷാഡോ കോൺസിനെ സാമുറായി കോൺസ് എന്നാണ് പറയണത്. ഈ ഒരു സാമുറായി കോൺസിൻ്റെ മെയിനായിട്ടുള്ള പവർ ഈ ഒരു ഷാഡോ കോൺസിന് ഫുള്ളായിട്ട് ആർമേഡാണ്.
സാമുറായിസിനെ പോലെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഷാഡോ കോണിന് സാമുറായി കോൺ എന്ന് പേര് വന്നത്. അടുത്തൊരു മാസ്കാണ് ഓറഞ്ച്. ഈ ഒരു മാസ്ക് ഇടുന്നത് ഫയൽമാൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാബുവാണ്. ഈ ഒരു മാസ്കിൽ നിന്ന് വരുന്നത് ക്യുക്കോൺസ് എന്ന് പറഞ്ഞൊരു ഷാഡോ കോണാണ്. ഈ ഒരു മാസ്കിൻ്റെ മെയിനായിട്ടുള്ള വീക്ക്നെസ് ഈ ഒരു ഒക്ടോപ്പസിൻ്റെ ടെൻഡക്കിൾസ് ആണ്. ഇത് യൂസ് ചെയ്തിട്ട് ഈ മാസ്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഷാഡോ കോൺ വേഷനിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഷാഡോ കോണിനെ കൊണ്ട് മെല്ലെ നീങ്ങാനേ പറ്റുള്ളൂ. പക്ഷേ ബാക്കിയുള്ള പവേഴ്സൊക്കെ അത്യാവശ്യം പാടുണ്ട്. സ്ലോ ആണ് ഈ ഒരു ഷാഡോ കോണ്. അതുമാത്രമാണ് ഈ ഒരു ഷാഡോ കോണിൻ്റെ മറ്റൊരു വീക്ക്നെസ്. അടുത്ത മാസ്കാണ് കൈറോ. ഈ ഒരു മാസ്ക് ഇടുന്നത് വാൾട്ടറാണ്. വാൾട്ടർ ഇത് വാങ്ങുകയാണ്, പക്ഷേ അവിടെ തന്നെ ഈ ഒരു മാസ്ക് പൈതിയായിട്ട് മാറും. രണ്ട് മാസ്കായിട്ട് മാറും. ഒരു മാസ്ക് വാൾട്ടറോടും മറ്റേ മാസ്ക് ജൂലിയോടും. അവസാനം ഈ ഒരു മാസ്കിൽ നിന്ന് പകുതി ഷാഡോ കോൺ വരും. എന്നിട്ട് ഈ രണ്ട് ഷാഡോ കോണും കൂടി ഒന്നാവുമ്പോൾ ഈ ഒരു വാൾട്ടറും ജൂലിയും തന്നെ ഈ ഒരു മാസ്ക് വരും. ഈ ഒരു മാസ്ക് എന്ന് വരുന്നത് ക്രാപ്കോൺസ് എന്ന് പറഞ്ഞ ഷാഡോ കോണാണ്. ഈ ഒരു മാസ്കിൻ്റെ മെയിനായിട്ടുള്ള വീക്ക്നെസ് ജാപ്പനീസ് കുരങ്ങിൻ്റെ കണ്ണീരാണ്. ഇത് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു മാസ്ക് ഊരാൻ പറ്റുള്ളൂ. അടുത്ത മാസ്കാണ് മോസ കുടിയൻ. ഈ ഒരു മാസ്ക് ഇടുന്നത് യാക്കു ആണ്. യാക്കു ഫസ്റ്റ് ഈ ഒരു മാസ്ക് ഇടുന്നുണ്ടെങ്കിലും പക്ഷേ ഇതിന്ന് ഷാഡോ കോൺസിനെ വിളിക്കുമ്പോൾ വളരെ ചെറിയൊരു ഷാഡോ കോണാണ് ഇതിന്ന് വരുന്നത്. ഈ ഒരു ഷാഡോ കോണിൻ്റെ പേര് മിനി കോൺസ് എന്നാണ്. ആദ്യം യാക്കു വിചാരിക്കും ഇത് വളരെ ചെറിയ ഷാഡോ കോണാണ്, അപ്പോൾ പവർ കുറവാകുന്നതായിരിക്കും. പക്ഷെ വികടനാഥിൻ്റെ ശരിക്കുള്ള പവർ യാക്കുവിന് പറഞ്ഞു കൊടുക്കും. ഈ ഒരു മാസ്കിൻ്റെ ശരിക്കുള്ള പവർ ഒരാളുടെ ഷാഡോ നിന്നുകൊണ്ട് ഈ ഒരു മാസ്കിലുള്ള ഷാഡോ കോൺസിനെ കൊണ്ട് വലുതാകാൻ പറ്റും. ഈ ഒരു ഷാഡോ കോണാണ് ഷാഡോ കോൺസിൽ തന്നെ ഏറ്റവും പവർഫുള്ള്. ഈ ഒരു മാസ്കിൻ്റെ വീക്ക്നെസ് ജാപ്പനീസ് ഫിഷാണ്. ഇത് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു മാസ്ക് ഊരാൻ പറ്റുക. അടുത്ത മാസ്കാണ് യാക്ക. ഈ ഒരു മാസ്ക് എടുക്കുന്നത് കടലിൻ്റെ അടിയിൽ നിന്നാണ്. ഈ ഒരു മാസ്ക് പെട്ടെന്ന് തന്നെ ജാക്കി ചാൻ്റെ ഒക്കെ കയ്യിൽ കിട്ടുന്നുണ്ടെങ്കിലും പിന്നെ ഈ ഒരു മാസ്ക് സെഷൻ 13 കൊണ്ടുവയ്ക്കും ബാക്കിയുള്ള മാസ്കിൻ്റെ ഒപ്പം. പക്ഷേ ഈ ഒരു ടൈമിൽ എല്ലാ മാസ്കും കൂടി ഒരുമിച്ച് റിയാക്ട് ചെയ്ത് കണ്ട് എല്ലാ മാസ്കും പൊട്ടും. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ജനറൽസും പുറത്തേക്ക് വരും. ഈ ഒരു ജനറൽസ് പുറത്തേക്ക് വന്നിട്ട് ആദ്യം തന്നെ ഈ ഷാഡോ കോൺസിന് ഉപയോഗിച്ചിട്ട് വേൾഡ് ഫുള്ള് ഡാർക്ക്നെസ്സിലാക്കും. ഈ ഒരു ടൈമിൽ ഇതിലുള്ള ഷാഡോ കോൺ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഷാഡോ കോണിൻ്റെ പേര് മെറ്റിൽസ് കോൺസ് എന്നാണ് വരുന്നത്. ഈ ഒരു ഷാഡോ കോണിൻ്റെ ഈ ഒരു കയ്യിലുള്ളതൊക്കെ ഷാർപ്പായിട്ടുള്ളൊരു വെട്ടിൽ പോലെയാണ്. 10ാമത്തെ മാസ്കാണ് വികടനാഥൻ്റെ മാസ്ക്. ഈ ഒരു മാസ്ക് ആദ്യം തന്നെ ഈ ഒരു ഷാഡോ റെലംലിയാണ് ഉണ്ടാവുക. ഇത് ഭീമയാണ് ഇവിടെ പോയിട്ട് എടുക്കുന്നത്. ഭീമ തീർത്തതിന് ശേഷം തന്നെ ഇത് വികടനാഥൻ്റെ മുഖത്ത് വെച്ചാലാണ് ബാക്കി എല്ലാ ഷാഡോ കോൺസിനും തോൽപ്പിക്കാൻ പറ്റുക. പക്ഷേ വികടനാഥന് ശരീരം ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു മാസ്ക് വികടനാഥൻ്റെ മുഖത്ത് വയ്ക്കാൻ പറ്റില്ല. അങ്കിളിൻ്റെ മാജിക് കാരണം വികടനാഥന് ഒരു പുതിയ ശരീരം കൊടുക്കും, പഴയതുപോലെയും വികടനാഥൻ. അവസാനം ഒരു വലിയൊരു ഫൈറ്റിന് ശേഷം ജൂലി ഒരു മാസ്ക് വികടനാഥൻ്റെ മുഖത്ത് വയ്ക്കും. ബാക്കിയുള്ള എല്ലാ ജനറൽസും ഈ ഒരു മാസ്ക് വെച്ച ഉടനെ ഈ ഒരു ഷാഡോ റെലംലി ട്രാപ്പാവും. പിന്നെ അതിനുശേഷം ഈ ഒരു മാസ്ക് മാത്രമായിട്ട് ബാക്കിയാവും. അങ്ങനെയാണ് ഈ ഒരു സീസൺ ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.